Hello kids, welcome to maths class. I hope all are fine at home. So we can continue with the lesson fractions. Okay, did you all learn the last videos portions and the first portion of the fractions? All of you did in your textbook also, isn't it? The questions in the textbook you have done, isn't it? So we can continue the same lesson, question number 7. Okay, all of you take your textbook, children. On textbook, take chapter 7 fractions and then flip to page number 102. Question number 7, color the portion which represents 3/4. What's the meaning of 3/4? 3/4 means, how will you do that? 3/4 means three by 4. Isn't it? 3 by 4. This is 3/4. So first figure, look at the first figure. There are 6 figures. You look at the first figure, okay? It's a square, isn't it? And that square is divided into 4 equal parts. How many parts are there? 4 equal parts. Out of these 4 equal parts, you have to shade or you have to color. Not shading, coloring, okay? You have to color how many parts? 3 parts you have to color, okay? So color the portion which represents 3/4 means out of 4 equal parts, out of 4 parts, you have to color 3 parts. So there are 6 pictures. In the first one, you can see 4 divisions, isn't it? That first figure is divided into 4 parts, and so you can shade 3 portions. Like that, the second figure also there are 4 parts and you can shade 3 parts, then it will be 3/4. Like that you can do the whole figures. അതായത് എല്ലാ ഫിഗേഴ്സും നിങ്ങൾക്ക് ഇതുപോലെ 3/4 ഷെയ്ഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങൾ ഉള്ളതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. Now question number 8. Tick yes or no for the shaded portion which represent or does not represent 2/4. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതായത് കുറേ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സിൽ 2/4 എന്ന ഫ്രാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പോർഷൻ, 2/4 എന്ന ഫ്രാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ നിങ്ങൾ അതിൻ്റെ താഴെ യെസ് എന്നും നോ എന്നും കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും, അതല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കൊടുക്കുക. അതായത് നിങ്ങൾ ആദ്യത്തെ ഫിഗർ നോക്കിയേ, മിസ് പറഞ്ഞ കാര്യം അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ആദ്യത്തെ ഫിഗറിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഭാഗമാണ്? ഈ പോർഷനും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് എത്ര പോർഷൻസ് ആണ്? ഇത് രണ്ടുമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഹൗ മെനി പാർട്സ് ആർ ദേ? 1 2 3 4. ഈ 4 പാർട്സിൽ ഈ ഭാഗം ഷെയ്ഡ്, ഈ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഈ ട്രയാങ്കിളും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് 4 പാർട്സ് ഹൗ മെനി പാർട്സ് ആർ ഷെയ്ഡഡ്? 2 പാർട്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2/4 എന്ന ഫിഗർ, 2/4 എന്ന ഫ്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫിഗറിന് നമ്മൾ എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ് ഓർ നോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ യെസ് ടിക്ക് ചെയ്യണം അല്ലേ? ഇത് 2/4 ആണ്. ഇതുപോലെയാണ് അടുത്ത ഫിഗേഴ്സ് നിങ്ങൾ നോക്കേണ്ടത്. അടുത്തത് നോക്കി, എത്ര ഫിഗേഴ്സാണ്, എത്ര പാർട്സാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ഫിഗറിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തു. അപ്പോൾ 3 പാർട്സ് ഷെയ്ഡ് ചെയ്താൽ ശരിയാണോ? 2/4 ആവുമോ? 3/4 ആണ് ആകുന്നത് അല്ലേ? ഒരു പാർട്ട് മാത്രമാണ് ഷെയ്ഡ് ചെയ്യാതുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നോ എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ നോ.
തേർഡ് ഫിഗർ നോക്കിയേ. തേർഡ് ഫിഗറിൽ ഒരു സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ആ സർക്കിളിലും 4 പാർട്സ് ഉണ്ട്. ആ 4 പാർട്സിൽ 2 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 2/4. ദാറ്റ് ഫിഗർ, ദാറ്റ് ഷെയ്ഡഡ് പോർഷൻ represents the fraction 2/4. അപ്പോൾ നമ്മളവിടെ യെസ് ടിക്ക് ചെയ്യണം. സോ തേർഡ് വൺ ഈസ് യെസ്. ഫോർത്ത് വൺ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ അവ 2/4 ആണോ? 4 ഈക്വൽ പാർട്സ് ആണോ? അത് അല്ല അല്ലേ. അപ്പോൾ 4 ഈക്വൽ പാർട്സ് അല്ല. 4 പാർട്സ് ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് നമ്മളവിടെ എന്താ കൊടുക്കേണ്ടത്? നോ എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് ഫിഗർ, ദാറ്റ് ഈസ് ഫിഗർ 5 അല്ലേ. 5ാമത് കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നമുക്ക് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഈക്വൽ പാർട്സ് അല്ല ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യെസ് ആണോ നോയാണോ വരുന്നത്? അത് നോയാണ് വരുന്നത് അല്ലേ. ഈക്വൽ പാർട്സ് അല്ല ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫിഗർ, ദാറ്റ് ഇസ് 6th ഫിഗർ. 4 ഈക്വൽ പാർട്സ് ആണ്. അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 2 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ യെസ്, യു ഹാവ് ടു ടിക്ക് യെസ്. നെക്സ്റ്റ് ഈസ് ലൈക്ക് എ കൈറ്റ് അല്ലേ. ആ കൈറ്റിൽ എന്താണ് വന്നിരിക്കുന്നത്? 2 ഈക്വൽ പാർട്സ് ആയിട്ട്, 4 ഈക്വൽ പാർട്സ് ആയിട്ട്, 4 ഈക്വൽ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് 2 ഈക്വൽ പാർട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറുവശത്തും അങ്ങനെ വരുന്നുണ്ട്. അതേസമയം നമ്മൾ നടുക്കൂടെ നോക്കുകയാണെങ്കിൽ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ എനിവേ ഈക്വൽ പാർട്സ് അല്ല ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോ. സോ ഔട്ട് ഓഫ് ദീസ് ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ഇൻ ദീസ് ഫിഗേഴ്സ് വിച്ച് ഫിഗേഴ്സ് റെപ്രസെൻറ്റ് 2/4? അതായത് യെസ് കൊടുക്കേണ്ടത് ഏതൊക്കെ ഫിഗറിനാണ്? ഫസ്റ്റ് വൺ, തേർഡ് വൺ, പിന്നെ ഏതാണ്? 6th വൺ. നോ കൊടുക്കേണ്ടതോ? സെക്കൻഡ് വൺ, ദെൻ 4th വൺ നോയാണ്, 5th വൺ നോയാണ്, 7th വൺ ഓൾസോ നോ. ഓക്കെ. നൗ നെക്സ്റ്റ് question number 9. How many 1/3 are in a whole? അപ്പോൾ മിസ് പറഞ്ഞായിരുന്നു 1/3 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 എന്നേ പറയാൻ പാടുള്ളൂ. 2 ആണെങ്കിൽ നമ്മൾ തേർഡ്സ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അതായത് 1/3 എന്ന് പറഞ്ഞാൽ 1/3 എന്നാണ് അല്ലേ. 1/3 നമ്മൾ 1/3 എന്നേ പറയത്തുള്ളൂ. അതേസമയം ന്യൂമറേറ്റർ 2 വന്നു കഴിഞ്ഞാൽ, അതായത് ഈ വരയുടെ മുകളിൽ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുക 2/3 എന്നാണ്. 2/3. അപ്പോൾ ഇവിടെ 1 വന്നാൽ തേർഡ് എന്നേ പറയാവുള്ളൂ. 2 വന്നു കഴിഞ്ഞാൽ തേർഡ്സ്, 2, 3, 4 പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ തേർഡ്സ് എന്ന് വേണം, അതായത് എസ് ചേർക്കണം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി 1/3 ആർ ഇൻ എ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫിഗർ, മനസ്സിലായോ? അതായത് ഒരു മുഴുവനായിട്ടുള്ള ഒരു തിങ്ങിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ. അപ്പോൾ എത്ര 1/3 ഒരു ഹോളിലെന്ന്? ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇതിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇത് മുഴുവനായിട്ടുള്ളതിനെയാണ് ഒരു ഹോൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഒരു ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ. WHOLE. അപ്പോൾ ഈ ഹോളിൻ്റെ ഈ ഹോളിൽ എത്ര 1/3 ഉള്ളത് എന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ എത്ര 1/3 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇത് 1, 2, 3 3 1/3 ഉണ്ടല്ലേ. ഇത് ഓരോന്നും 1/3 ആണ്. സോ ഔട്ട് ഓഫ് 3 പാർട്സ് ഓരോ പാർട്ടാണിതല്ലേ. അതിൻ്റെ ആൻസർ എന്താ എഴുതണ്ടേ? ക്വസ്റ്റ്യൻ നമ്പർ 9 എ എന്ന ഭാഗം വരുന്നതിൻ്റെ ആൻസർ ഹൗ മെനി 1/3 ആർ ഇൻ എ ഹോൾ? 3. ബി പാർട്ട് ബി വരുന്നത് എന്താന്ന് നോക്കാം. സോ എ 3. ബി ഹൗ മെനി 1/4 ആർ ഇൻ എ ഹോൾ? അതായത് ഒരു ഹോൾ ആയിട്ടുള്ള ഫിഗറിൽ എത്ര 1/4 ആണുള്ളത്? അപ്പോൾ എത്ര 1/4 ഉള്ളത്? 4 1/4 അല്ലേ. അതായത് ഇതുപോലെ 4 ഭാഗങ്ങളുണ്ടെങ്കിൽ 4 വരും. നെക്സ്റ്റ് വൺ, ഹൗ മെനി 1/2 ആർ ഇൻ എ ഹോൾ? 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി അല്ലേ. ഒരു ഹോളിൽ എത്ര പകുതികളാണ് ഉള്ളത്?
നമ്മൾ ഓറഞ്ച് മുറിച്ചപ്പോൾ കണ്ടതാണ്. ഒരു ഹോളിനെ മുറിച്ചപ്പോൾ എത്ര ഭാഗങ്ങളാണ് നമുക്ക് കിട്ടിയത്? 2 അല്ലേ? അപ്പോൾ 1/2 എത്രയാണ് ഉള്ളത്? 2 1/2 ആണ് ഒരു ഹോളിലുള്ളത്. Now next is question number 10. Match the fraction with correct shaded portion. അതായത് അതിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, ലെഫ്റ്റ് സൈഡിൽ ഫ്രാക്ഷനായിട്ട് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അത് വേർഡ്സിൽ എഴുതിയും തന്നിട്ടുണ്ട്. അപ്പോൾ 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ കാണിക്കുന്ന ഫിഗർ ഏതാണ് എന്ന് നിങ്ങൾ നോക്കുക. അപ്പം നമ്മൾ നടുക്കോട്ട് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് വരുന്ന ഫിഗറാണ് 1/3 കാണിക്കുന്നത് അല്ലേ? അതിൻ്റെ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട് 1/3. ഓക്കെ. Now 1/2 already that part is done in the textbook itself. Now next 2/3 കാണിച്ചിരിക്കുന്നത് 3 ഈക്വൽ പാർട്സിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഫിഗറാണ്. അതിൻ്റെ ഫ്രാക്ഷൻ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നാലാമതായിട്ട് കൊടുത്തിട്ടുണ്ട് 2/3. Now next one 1/4 സെക്കൻഡ് ഫിഗറാണ്. സെക്കൻഡ് ഫിഗറിൽ 4 ആ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റ്സ് 1/4. അപ്പോൾ 1/4 എന്ന് എഴുതിയിരിക്കുന്നത് വലതുവശത്ത് ഏറ്റവും താഴെയായിട്ടുണ്ട്. കണ്ടോ എല്ലാവരും? അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് ലൈൻ വരയ്ക്കുക കേട്ടോ, മാച്ച് ചെയ്യുക. സാധാരണ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മാച്ച് ചെയ്തിരിക്കുന്നതെന്ന്. 3/4 അതാണ് ലാസ്റ്റ് വൺ. 3/4 റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ ഏതാണ്? നാലാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഫിഗറാണ് റെക്റ്റാങ്കിൾസ് അല്ലേ? അതിൽ 4 ഭാഗങ്ങളുണ്ട്, 4 ഭാഗങ്ങളിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വായിക്കും? 3/4. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ട് എഴുതിയിട്ടുണ്ട് 3/4 എന്നുള്ളത്. ഓക്കെ ചിൽഡ്രൻ. Now next topic is representation of fractions. What is the meaning of representation of fractions? അതായത് ഫ്രാക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. I will show you a figure. നമ്മൾ പറഞ്ഞു ഈ ഭാഗം ഷെയ്ഡ് ചെയ്യാൻ നമുക്ക്, അതുപോലെ ഇത് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. എത്ര പാർട്സ് ഉണ്ട് ഇവിടെ? മൊത്തം ടോട്ടൽ പാർട്സ് എന്ന് പറയുന്നത് 4 പാർട്സ് അല്ലേ? ഈ ഫിഗറിനെ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു? 1 2 3 4 പാർട്സ്. ഈ 4 പാർട്സിൽ എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 പാർട്സ് ആർ ഷെയ്ഡഡ് അല്ലേ? അതായത് we shade 3 parts out of 4 parts. That means this is represented by, എങ്ങനെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 3 പാർട്സ് ഷെയ്ഡ് ചെയ്തു. എത്ര പാർട്സാണ് മൊത്തം ഉള്ളത്? 4. അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 3/4 എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? 3/5 എന്ന് പറയും. 3/5 അല്ലെങ്കിൽ 3/4 അല്ലെങ്കിൽ 3/4. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞു 3 പാർട്സ് ഷെയ്ഡഡ് ആണ് ഔട്ട് ഓഫ് 4 ഈക്വൽ പാർട്സ്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇതിനെ 3/4 എന്ന് എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. ഓക്കെ. അതായത് ടോട്ടൽ 4 പാർട്സ് ഉണ്ടായിരുന്നു. ഈ ഫിഗറിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു, ഈക്വൽ പാർട്സ് ആയിട്ട് അല്ലേ? ഔട്ട് ഓഫ് 4 ഈക്വൽ പാർട്സ് 3 പാർട്സ് ഷെയ്ഡഡ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. 3/4 എന്ന് ഫ്രാക്ഷനായിട്ട് എഴുതാം. അതിനെ വേർഡ്സിൽ 3 തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്? 3/4, 3/4 ആൻഡ് 3/4. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ചിൽഡ്രൻ. Now look at this figure children. See, there are 3 equal parts, isn't it? Out of 3 equal parts, how many parts are shaded? In the first figure, 2 parts are shaded, isn't it? And look at this figure. How many equal parts are there? See, how many equal parts? 1 2 3 4.
Out of 4 equal parts, how many parts are shaded? 3 parts are shaded, isn't it? About how we represent these numbers as 2 by 3 and 3 by 4. അതായത് we shade 2 parts out of 3 equal parts. We shade 2 parts out of 3 equal parts. And here I shaded 3 equal parts out of 4. 3 parts out of 4 equal parts, isn't it? അതായത് 3 parts are shaded out of 4 equal parts and 2 parts are shaded out of 3 equal parts. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് 2/3, അതല്ലെങ്കിൽ രണ്ടാമത്തതിന് പറയുന്നത് 3/4 എന്ന് പറയും, അല്ലേ? സോ വി റീഡ് ഫസ്റ്റ് വൺ ആസ് 2/3 ആൻഡ് ദ സെക്കൻഡ് വൺ ആസ് 3/4. ഇനിയും വേറൊരു രീതിയിലും ഇതിനെ പറയാം 2/3. 2/3 എന്നാണ് നമ്മൾ വേർഡ്സിൽ എഴുതുക. 2/3 അല്ലെങ്കിൽ എന്ത് പറയും? 2/3. 2/3. ഓക്കെ, ഇതിനെ എങ്ങനെ പറയും? 3/4 അല്ലെങ്കിൽ എന്ത് പറയും? 3/4. ഓക്കെ, 3/4 അല്ലെങ്കിൽ 3/4. Clear, children? Now all of you can take page number 103, exercise 40. In the following, write the answers on the dotted line. നിങ്ങൾ കണ്ടോ, ക്വസ്റ്റ്യന് നേരെ ഡോട്ടഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ആ ഡോട്ടഡ് ലൈൻസിൽ തന്നെ എഴുതാൻ സാധിക്കും. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ഈക്വൽ പാർട്സ് ഇസ് ദ ഫിഗർ ഡിവൈഡഡ്? റൈറ്റ് സൈഡിൽ നിങ്ങളൊരു ഫിഗർ കണ്ടോ? ആ ഫിഗറിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻ വായിക്കണം. എല്ലാം ഒരുപോലെ തോന്നും, പക്ഷേ ആൻസേഴ്സ് ഡിഫറെൻ്റ് ആണ്. ചോദ്യം, ഇൻ ഹൗ മെനി ഈക്വൽ പാർട്സ് ഇസ് ദ ഫിഗർ ഡിവൈഡഡ്? ആ ഫിഗർ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്, അല്ലേ? 3 ഭാഗങ്ങളാണ് ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം ചോദിച്ചിരിക്കുന്നത് എത്ര പാർട്സ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എത്ര പാർട്സ് ആണ് എണ്ണീട്ട് പറഞ്ഞോളൂ. 1, 2, 3, അല്ലേ? Now write the fraction for the shaded portion. ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എഴുതുക. ഔട്ട് ഓഫ് 3 പാർട്സിൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആദ്യം എഴുതേണ്ടത് 3. സെക്കൻഡ് എന്താണ്? റൈറ്റ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദ ഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എഴുതുക. അപ്പോൾ 3 ഈക്വൽ പാർട്സിൽ 2 പാർട്സാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് അവിടെ എഴുതേണ്ടത്? 2/3. ഇവിടെ ഡാഷ് ഉണ്ട്, ഞാൻ ഇടുന്നില്ല, കാര്യം ഇത് ബൈ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, 2/3. ഓക്കെ, നൗ വാട്ട് ഇസ് ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദ അൺഷെയ്ഡഡ് പോർഷൻ. എന്താണ് ഈ അൺഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ? ഷെയ്ഡ് ചെയ്യാനുള്ള പോർഷൻ ഇനി എത്രയാണ്, അതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ഫ്രാക്ഷൻ ഫോർ ദ അൺഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് 1/3 എന്ന് പറയും, അല്ലേ? മൊത്തമുള്ള 3 പാർട്സിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാൻ ഇനി ഉള്ളത്. ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നൗ ലുക്ക് അറ്റ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾ ഓഫ് യു. ഇൻ ഹൗ മെനി ഈക്വൽ പാർട്സ് ഇസ് എ ഫിഗർ ഡിവൈഡഡ്? ആ ഫിഗർ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് നോക്കിയേ. എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8. സോ വാട്ട് ഇസ് ആൻസർ? 8 ഈക്വൽ പാർട്സ് ഉണ്ടല്ലേ? Now, how many parts are shaded? Count and say, children. How many parts are shaded? എത്ര പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ എത്ര പാർട്സ് ആണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടില്ല. ഹൗ മെനി പാർട്സ് ആർ ഷെയ്ഡഡ് എന്ന് ചോദിച്ചാൽ എത്ര ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തു. അപ്പം എത്ര ഭാഗങ്ങളാണ്? 5 പാർട്സ്. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദി അൺഷെയ്ഡഡ് പോർഷൻ.
അൺഷെയ്ഡ് ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ. അപ്പോൾ നിങ്ങൾ കണ്ടോ അവിടെ മൊത്തമുള്ള 8-ൽ 3 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രാക്ഷൻ എന്താണ്? 3/8 അല്ലേ? 3/8. Now question number 3. Question number 3 നോക്കിയേ. In how many equal parts is the figure divided? എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ആ ഫിഗറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിനെ 6 പാർട്സ് അല്ലേ? എത്ര ഈക്വൽ പാർട്സ് ആണ്? 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഹൗ മെനി പാർട്സ് ആർ അൺഷെയ്ഡഡ്? ഷെയ്ഡ് ചെയ്യാത്തത് എത്ര ഭാഗമാണ്? എത്ര ഭാഗമാണ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാത്തത്? 2 പാർട്സ്. ഇനിയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദി അൺഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? അപ്പോൾ നമുക്കറിയാം ഔട്ട് ഓഫ് 6 ഈക്വൽ പാർട്സ് 2 പാർട്സ് ആർ അൺഷെയ്ഡഡ്. ഇനി റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദ ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എത്രയാണ്? മൊത്തമുള്ള 6 എണ്ണത്തിൽ 4 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 4 ഈക്വൽ പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ലാസ്റ്റ് വൺസ് ആൻസർ ഈസ് 4/6. ഷെയ്ഡഡ് പാർട്ട് എത്രയാണ്? 6. ഔട്ട് ഓഫ് 6 ഈക്വൽ പാർട്സിൽ 4 പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ആൻസർ. ദീസ് ആർ ദ ആൻസേഴ്സ് ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ. Now question number 4. Turn the page, that is on page number 104. Shade 3/5 part of each of the following figures red. എന്താണ്? റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് റെഡ് കളറിൽ? ആദ്യത്തെ ഫിഗർ തന്നിരിക്കുന്നത് സർക്കിളാണ് അല്ലേ? സർക്കിൾ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? കൗണ്ട് ആൻഡ് സീ. 1 2 3 4 5 പാർട്സ്. ഔട്ട് ഓഫ് 5 പാർട്സിൽ എത്ര പാർട്സാണ് ഷെയ്ഡ് ചെയ്യേണ്ടേ? 3 പാർട്സ് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, 3 ഭാഗങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഭാഗങ്ങൾ റെഡ് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിളിലും 3 ഭാഗങ്ങൾ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഫിഗർ നോക്കിയേ. ആ ലാസ്റ്റ് ഫിഗറിലും 5 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ 3 എണ്ണം റെഡ് കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. ഷെയ്ഡ് 4/7 പാർട്ട് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ഗ്രീൻ. ഏത് കളർ കൊണ്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഗ്രീൻ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. അത് എത്ര ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് 7 പാർട്സ്. എല്ലാവരും അത് എണ്ണി നോക്കിയേ. 7 പാർട്സ് ഉണ്ടോ എല്ലാത്തിലും? എല്ലാ ഫിഗേഴ്സിലും 7 ഉണ്ടോ? ആദ്യത്തേതിലുണ്ടല്ലേ? 1 2 3 4 5 6 7 ഉണ്ട്. രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. 1 2 3 4 5 6 7. അതിൻ്റെ നടുക്ക് വരുന്ന ഭാഗം കോമൺ ആണ് അല്ലേ? അതായത് മിസ് കാണിച്ചു തരാതെ ഇങ്ങനെ ആണ് ഫിഗർ തന്നിരിക്കുന്നത് അല്ലേ? ഈ ഫിഗറിൻ്റെ ഒരു ഭാഗം 1 2 3 4. ഇതിൽ ഈ സെക്കൻഡ് പാർട്ട് വരുന്നത് ഈ ഭാഗം വരുന്നത് കോമൺ ആണല്ലേ? ഈ കോളത്തിനുമുണ്ട്, ഈ ഭാഗത്തിനും ഇത് കോമൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നായിട്ട് എടുക്കണം കേട്ടോ. 1 2 3 4 5 6 7. 7 ഈക്വൽ പാർട്സിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും 4 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യുക. നമുക്ക് ഒന്നുകിൽ ഈ 4 ഭാഗം ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 4 ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അടുത്തതും 7 ഈക്വൽ പാർട്സ് ആണുള്ളത്. ഏതെങ്കിലും 4 പാർട്സ് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം. എന്തുപയോഗിച്ചാൽ? ഏത് കളർ ഉപയോഗിച്ചാൽ? ഗ്രീൻ കളർ. ഓക്കെ ചിൽഡ്രൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ഈച്ച് ഫിഗർ. അതായത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് എ ഓൺ ക്വസ്റ്റ്യൻ നമ്പർ 6. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ തന്നിരിക്കുന്ന 3 എന്നാണ് തന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ. അതായത് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഷെയ്ഡഡ് പോർഷനാണ്. അവിടെ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലോ. എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 ഈക്വൽ പാർട്സ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അടുത്തത് ബി നോക്കിയാൽ നിങ്ങൾ എത്ര പാർട്സ് ആണുള്ളത്?
12 ഈക്വൽ പാർട്സ് ഉണ്ട്. ഔട്ട് ഓഫ് 12 ഈക്വൽ പാർട്സിൽ എത്ര പാർട്സാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 4 ആണ് ആൻസർ. സി നോക്കിക്കോളൂ. സി എത്ര പാർട്സാണ്? 6 പാർട്സ് ഉണ്ടല്ലേ? 6 ഈക്വൽ പാർട്സ്. എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഒരൊറ്റ പാർട്ടേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. സോ 2/3, 4/12, 1/6. ആൻഡ് ഡി എത്ര ഭാഗം ഉണ്ട്? മൊത്തം എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 5 ഈക്വൽ പാർട്സ് ഉണ്ട്. ആ 5 ഈക്വൽ പാർട്സിൽ എത്ര ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു? 4 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ വായിക്കും? 4/5. അപ്പോൾ 2/3, 4/12, 1/6, 4/5. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ചിൽഡ്രൻ, നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് ഫ്രാക്ഷൻ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അത് എന്തിനെ കാണിക്കുന്നു? ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ പാർട്സ് ഓഫ് എ ഹോൾ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുഴുവനിൻ്റെ ഭാഗങ്ങളെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട്, എന്താണ്? എ ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ പാർട്സ് ഓഫ് എ ഹോൾ. അതായത് ഒരു മുഴുവനിൻ്റെ ഭാഗങ്ങളെ, അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുക്കളുടെ ഭാഗങ്ങളെ, അല്ലേ? പാർട്സ് ഓഫ് എ കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നമ്പർ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? പാർട്സ് ഓഫ് എ ഹോൾ ഓർ കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയായിട്ട് അത് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യാൻ മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷെയ്ഡ് ചെയ്യണം. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ചെയ്തു പോകാനായിട്ട് സാധിക്കും, ഷെയ്ഡ് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ ചിൽഡ്രൻ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം. സോ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.